Hi dear net aspirants, I am Jairam. Welcome to JLearn. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് നെറ്റ് എക്സാമിനെ പറ്റിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊപ്പം തന്നെ ജനറൽ പേപ്പറിൻ്റെ ഒരു പ്രാധാന്യവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ വെൽക്കം ടു JLearn. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇത്രയൊക്കെയാണ്. എന്താണ് UGC നെറ്റ്, എന്താണ് JRF, എക്സാമിൻ്റെ ഒരു ടൈമിംഗ് എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് എക്സാം വരുന്നത്, എക്സാമിൻ്റെ എത്ര മണിക്കൂറാണ് എക്സാമിനുള്ളത്, എക്സാമിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഈ ഒരു എക്സാമിന് വേണ്ട സ്ട്രാറ്റജി എന്തായിരിക്കണം. നമുക്കറിയാം ഇതൊരു മത്സര പരീക്ഷയാണ്. 100 പേരിൽ 6 പേർക്കാണ് കിട്ടുക, 6% പേർക്കാണ് പാസ്സാവുക. അതനുസരിച്ചാണ് അവർ എന്ത് ചെയ്യുക, കട്ട് ഓഫ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുകയാണ്, മത്സരിക്കുകയാണ്, മറ്റുള്ളവരായിട്ട് മത്സരിക്കുകയാണ് നമ്മൾ 6%-ത്തിനുള്ളിൽ ആവാനായി. അപ്പോൾ ഒരു എന്ത് വേണം, സ്ട്രാറ്റജി വേണം. വളരെയധികം ടോപ്പിക്സ് ഉള്ള ഒരു പരീക്ഷയാണ്. PG ലെവൽ എന്ന് പറയുമെങ്കിൽ എന്താണ്, ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു സിലബസ്, പല യൂണിവേഴ്സിറ്റികളുടെ സിലബസ് ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് നെറ്റിൻ്റെ സിലബസ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നെറ്റിൻ്റെ സിലബസ് PG സിലബസിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജി വേണം. മത്സര പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും എന്ത് വേണം, ഒരു സ്ട്രാറ്റജി വേണം. നല്ല സ്ട്രാറ്റജി ഉണ്ട്, അത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് UGC നെറ്റ് എക്സാം എന്ന് നമുക്ക് നോക്കാം. UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ളത് കോളേജിൽ പഠിപ്പിക്കാനുള്ള എലിജിബിലിറ്റി ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടും JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുമാണ്. ഒരേ എക്സാം ആണ്, രണ്ടല്ല. JRFന് എന്താ കൂടുതൽ കട്ട് ഓഫ് ഉള്ളവർക്ക് JRF കിട്ടും. അപ്പോൾ ഒരു എക്സാമിന് കട്ട് ഓഫിൻ്റെ മാർക്ക്, ഉദാഹരണത്തിന് ഇംഗ്ലീഷ് നമുക്ക് എടുക്കാം. കഴിഞ്ഞ ഒരു എക്സാമിന് ഇംഗ്ലീഷിന് കട്ട് ഓഫ് 180 ആണെങ്കിൽ കാറ്റഗറി അനുസരിച്ച്, റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് കട്ട് ഓഫിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 180 ആണ് നെറ്റിനുള്ള കട്ട് ഓഫ് എങ്കിൽ ഒരു പക്ഷേ 200 ആയിരിക്കും JRFനുള്ള കട്ട് ഓഫ്. ഒരേ എക്സാം തന്നെയാണ്, കൂടുതൽ മാർക്ക് വാങ്ങുന്ന JRFൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് JRF കിട്ടും. എന്താണ് JRF എന്ന് ഞാൻ വഴിയെ പറയാം, അറിയുന്നവരുണ്ടാകും. അപ്പോൾ ആർക്കൊക്കെയാണ് UGC നെറ്റ് എക്സാം എഴുതാൻ പറ്റുന്നത്? UGC നെറ്റ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ CSIR നെറ്റ് എന്ന് പറയുന്ന വേറൊരു നെറ്റ് ഉണ്ട്. അപ്പം നെറ്റ് എക്സാം എന്നാണ് രണ്ടും വിളിക്കുക. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതാണല്ലോ നെറ്റ്. എലിജിബിലിറ്റി എന്തിനുള്ള എലിജിബിലിറ്റി ആണ്? കോളേജിൽ പഠിപ്പിക്കുന്നതിനുള്ള എലിജിബിലിറ്റി, അതാണ് നെറ്റ്. നെറ്റ്, സെറ്റ്, ടെറ്റ്, പല രീതിയിലുള്ള ET എലിജിബിലിറ്റി ടെസ്റ്റുകൾ ഉണ്ടല്ലോ. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എവിടെയും കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് പഠിപ്പിക്കാം. സെറ്റ് പാസ്സായി കഴിഞ്ഞാൽ എവിടെയാണ് പഠിപ്പിക്കാൻ പറ്റുക? കേരളത്തിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? KTET പാസ്സായാലും കേരള ഗവൺമെൻറ് നടത്തുന്നതാണ്. ഇത് നടത്തുന്ന ആരാണ്? UGC ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിലുള്ള എക്സാമാണ്. നിങ്ങൾ ഇന്ത്യയിലുള്ള മറ്റ് വിദ്യാർത്ഥികളായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് 6% അല്ലെങ്കിൽ JRFൻ്റെ 1% വരാനായിട്ട്. അപ്പോൾ PG സ്റ്റുഡൻസ് ഏതൊക്കെ വിഷയങ്ങളിലെയാണ്? ഹ്യൂമാനിറ്റീസ്, ആർട്സ്, സോഷ്യൽ സയൻസസ്, കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി ക്യാൻ ക്വാളിഫൈ ഡ്യൂറിങ് ദെയർ സ്റ്റഡി. അവരുടെ സ്റ്റഡിയുടെ സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷവും ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. ഇതിനെന്തില്ല, ഏജ് ലിമിറ്റ് ഇല്ല. ഇതിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാലമാണ്, അല്ലേ? അപ്പോൾ 50 വയസ്സിൽ നിങ്ങൾക്ക് PGയോ PhD എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും നിങ്ങളെ തടയാനില്ല. നിങ്ങൾക്ക് 60, 70, 80 വയസ്സിലൊക്കെ PG എടുക്കുന്നവരെ നമുക്ക് ചുറ്റും കാണാം. അവർക്കൊക്കെ എന്ത് ചെയ്യാം? അവർക്കൊക്കെ നെറ്റ് എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാം, ഭാവിയിൽ പ്രൊഫസേഴ്സ് ആകാം. കാരണം അധ്യാപനം മാത്രമാണ് നമുക്ക് എന്തുള്ളത്, റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ജോലിയായിട്ടുള്ളത്. കാരണം അധ്യാപനത്തിന് പഴക്കം കൂടുന്തോറും വീര്യം കൂടും എന്ന് പറയുന്ന പോലെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്കുള്ള മൂല്യവും കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ നല്ല അധ്യാപകരായി മാറുകയാണ് നമ്മൾ പ്രായം കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ UGC നെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമല്ല, ഹ്യൂമാനിറ്റീസ് മാത്രമല്ല, അതിൽ ആർട്സ് വരുന്നുണ്ട്, പെർഫോമിംഗ് ആർട്സ്, ഭരതനാട്യം, മോഹിനിയാട്ടം, സംഗീതം, തിയേറ്റർ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടും. UGC നെറ്റിൻ്റെ പല സബ്ജക്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ സോഷ്യൽ സയൻസസ്, സോഷ്യോളജി, അങ്ങനെയുള്ള പല സോഷ്യൽ സയൻസസ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഒരു സയൻസ് സബ്ജക്റ്റാണ്. സൈക്കോളജി, അതുപോലെ തന്നെ സയൻസ്, MSc, MA സൈക്കോളജികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി പോലുള്ള, ഹോം സയൻസ് ഒക്കെ പോലുള്ള സയൻസ് അടക്കമുള്ള ചില വിഷയങ്ങൾ എന്തിൻ്റെ ഉള്ളിലുണ്ട്? UGC നെറ്റിൻ്റെ അകത്തുണ്ട്. CSIR നെറ്റ് എന്ന് പറയുന്നത്
സയൻസിൻ്റെ നെറ്റാണ്. അതിൽ പ്രധാനമായിട്ട് 5 സബ്ജക്ട്സ് ആണുള്ളത്. അത് ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ CSIR നെറ്റ് ആണ് നിങ്ങൾ എന്തെങ്കിലും വാർത്ത കാണുന്നതെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. നമ്മളെ പറ്റിയിട്ടുള്ളതല്ല. നമ്മളെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ UGC നെറ്റ് അല്ലെങ്കിൽ UGC NTA നെറ്റ്. NTA എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ പരീക്ഷ നടത്തുന്ന ഏജൻസി. അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ബോഡിയാണ് NTA. പല വാർത്തകളിലൊക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ NTA UGC നെറ്റ് എക്സാം എന്ന് പറയുന്നതാണ് നമ്മളുടെ കൂടുതൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ വരുന്ന ഈ ഒരു നെറ്റ് എക്സാം. ഇപ്പോൾ ഇംഗ്ലീഷ്, അറബിക്, മലയാളം, സംസ്കൃതം, ഹിന്ദി അങ്ങനെയുള്ള ഭാഷകളൊക്കെ വരുന്നത് എന്തിലാണ്? UGC നെറ്റിലാണ്. ഇപ്പോൾ എക്സാമിന് എന്തുണ്ട്? എക്സാമിൻ്റെ ഫോർമാറ്റ് നോക്കാം നമുക്ക്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഒരുമിച്ച് ഒരു സിറ്റിങ്ങിൽ തന്നെ നമ്മൾ പരീക്ഷാ ഹാളിൽ കയറി ഒരുമിച്ച് തന്നെയാണ് രണ്ടും ചെയ്യേണ്ടത്. ടു ബി ഡൺ ടുഗദർ, ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. 3 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം. നിങ്ങളിതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായിട്ടാണ് നെറ്റിനെ പറ്റി നിങ്ങൾ കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ? ഞാനിത് ഇങ്ങനെ എഴുതാനുള്ള കാരണം, നിങ്ങൾക്ക് നെറ്റ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ, നെറ്റ് JRF രണ്ടിനും കൂടിയാണ് പരീക്ഷ നടത്തുന്നത്, നെറ്റ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരിക. ഓക്കെ, അപ്പോൾ അതെന്താണ്? അതായത് നിങ്ങൾക്ക് ബേസിക് എലിജിബിലിറ്റി ആയി കഴിഞ്ഞു. എന്താകാൻ? ഈ രാജ്യത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് ആയി കഴിഞ്ഞു. ഇതുണ്ടെങ്കിൽ എന്താകാൻ പറ്റുള്ളൂ? അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ പറ്റുള്ളൂ. ഈവൺ ഇൻ പ്രൈവറ്റ് കോളേജസ്. പ്രൈവറ്റ് കോളേജിൽ പോലും നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം, സ്ഥിര നിയമനം കിട്ടണമെങ്കിൽ എന്ത് വേണം? നെറ്റ് വേണം. പല കോളേജുകളിൽ എന്തുണ്ട്? നെറ്റ് ഇല്ലാത്തവരും പഠിപ്പിക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ അതൊക്കെ ഭാവിയിൽ മാറും. ഇപ്പോൾ ചെറിയ കുറച്ച് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? പലർക്കും നെറ്റ് കിട്ടിയിട്ടില്ല. പല കോളേജുകളും പൂട്ടിപ്പോകേണ്ടി വരും. നെറ്റ് വേണമെന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഗവൺമെൻറ് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് കുറച്ച് കാലം കൂടിയുള്ള ഒരു റിലാക്സേഷനാണ്. നെറ്റ് ഇല്ലാതെ ആർക്കും തന്നെ എന്തുണ്ടാവില്ല? കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള അനുവാദം ഉണ്ടാവില്ല ഉടനെ തന്നെ. അപ്പോൾ നെറ്റ് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. നിങ്ങൾ ഒരിക്കൽ ഈ എക്സാം എഴുതിയെടുത്താൽ മതി. ഒരു 4-5 മാസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. നോ അപ്പർ ഏജ് ലിമിറ്റ്. ഞാൻ പറഞ്ഞ പോലെ 50 വയസ്സ് 60 വയസ്സ് ഏത് പ്രായക്കാർക്കും എഴുതാവുന്നതാണ്. ഹാവ് ടു പാസ് PG എക്സാം. PG എക്സാം പാസ്സാകണം. യു ഹാവ് ടു പാസ് PG എക്സാം വിത്ത് അറ്റ്ലീസ്റ്റ് 55%, 55% മാർക്ക് വേണം 2 കൊല്ലത്തിനുള്ളിൽ. നിങ്ങൾക്ക് നെറ്റ് കിട്ടിയെന്ന് വെക്കാം. നിങ്ങളിപ്പോൾ 1ാമത്തെ സെമസ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നെറ്റ് എഴുതുന്നു, നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നു. ഓക്കെ, നെറ്റ് കിട്ടുന്നു. 2 കൊല്ലത്തിനുള്ളിൽ എന്തായാലും എന്ത് പറ്റും? നിങ്ങൾ PG കഴിയേണ്ടതാണ്. അപ്പോൾ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ നെറ്റ് എഴുതുന്നത് എങ്കിൽ, നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ എന്തും കൂടെ പാസ്സാകണം? PGയും കൂടെ പാസ്സാകണം. സ്വാഭാവികമായിട്ടും അത് പാസ്സാവുമല്ലോ അല്ലേ? 1ാമത്തെ സെമസ്റ്റർ നിങ്ങളൊരു ജൂണിലും ഡിസംബറിലുമാണ് ഈ പരീക്ഷ നടക്കുന്നത് അടിസ്ഥാനപരമായി. അതും കൂടെ പറയാം. ഓരോ കൊല്ലവും 2 തവണ നടക്കുന്നുണ്ട്, ജൂണിലും ഡിസംബറിലും. ജൂൺ ജൂലൈയിലാണല്ലോ കോളേജുകൾ തുറക്കുക. നിങ്ങളിപ്പോൾ ആദ്യം എക്സാം എഴുതാൻ പറ്റുന്ന എപ്പോഴാണ്? ഒരു ജൂൺ ജൂലൈയിൽ കയറി കഴിഞ്ഞാൽ ഡിസംബർ ആദ്യത്തെ സെമസ്റ്റർ തന്നെ മിടുക്കികളായിട്ടുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യും? അവർ നെറ്റിനും കൂടി പഠിച്ചു തുടങ്ങും. ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ ക്ലിയർ ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് സെമസ്റ്റർ അല്ല, സെക്കൻഡ് സെമസ്റ്ററിലാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ PG പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം എന്താണ്? നമുക്ക് ബേസിക് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇത് നടക്കും. അപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് PG കൂടി പാസ്സാകണം എന്നേ ഉള്ളൂ. നെറ്റ് പാസ്സാകാൻ കഴിയുന്ന ഒരാൾക്ക് എന്തുണ്ട്? PG പാസ്സാകാൻ വളരെ എളുപ്പമാണ്. 2 കൊല്ലം കൊണ്ട് വെറുതെ കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് PG കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. PG പാസ്സായിട്ടുള്ളവരാണെങ്കിലോ അതും കുഴപ്പമില്ല. എന്തായാലും 55% മാർക്ക് PGക്ക് വേണം. പിന്നെ ചില റിലാക്സേഷൻ ഉണ്ട് കാറ്റഗറി വൈസ്. OBC, SC, ST അങ്ങനെയുള്ളവർക്ക് പാസ് മാർക്കിൻ്റെ കാര്യത്തിലും പാസ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലും എന്തുണ്ട്? ഒരു റിലാക്സേഷൻ ഉണ്ട്. PhD എലിജിബിലിറ്റി ആണ്. ഈ കാര്യം ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും തന്നെ എന്ത് പറയുന്നുണ്ട്? നെറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നെറ്റിൻ്റെ മാർക്ക് PhD എൻട്രൻസിൻ്റെ സമയത്ത് ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് 180 മാർക്കാണ് ഉള്ളത്, മറ്റൊരു കാൻഡിഡേറ്റിന് 182 മാർക്ക് ഉണ്ട് എങ്കിൽ അവർക്ക് PhD എൻട്രൻസിൻ്റെ സമയത്ത് അതിലൊരു പോയിന്റ് കൂടുതലുണ്ടാവും നിങ്ങളെക്കാൾ. അപ്പോൾ നെറ്റിൻ്റെ മാർക്ക് എന്തായിട്ട് കൂടി പരിഗണിക്കും? PhD എൻട്രൻസ് ആയിട്ട് കൂടി പരിഗണിക്കുകയാണ്. നെറ്റ് ഇല്ലാത്തവർക്കും PhDയിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ എന്താണ്? നെറ്റുള്ളവൻ വരുമ്പോൾ, ഈ നെറ്റുള്ള ആൾ വരുമ്പോൾ
നിങ്ങളുടെ മാർക്ക് കുറയും. സോ നെറ്റ് ജോലി കിട്ടാൻ മാത്രമല്ല നമുക്ക് PhD ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെ നെറ്റ് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ PG പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നെറ്റ് നിങ്ങൾക്ക് കിട്ടിയേ തീരൂ. അപ്പോൾ എന്താണ് JRF? ഞാൻ കുറച്ച് നേരമായി JRF എന്നുള്ള കാര്യം പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. റിസർച്ച് ചെയ്യാനുള്ള ഒരു ഫെലോഷിപ്പാണ്, ഒരു സ്കോളർഷിപ്പാണത്. കേന്ദ്ര സർക്കാർ തരുന്നതാണ്. PhD ഫെലോഷിപ്പ് ഫോർ PhD കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും എന്ത് കിട്ടും? നെറ്റ് മാത്രമുള്ളവർക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റിയും കൂടി നിങ്ങൾക്ക് ആവുന്നുണ്ട്. കാരണം നെറ്റിനേക്കാൾ മുകളിലാണ് JRF. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട്? ഫെലോഷിപ്പ്, മന്ത്ലി സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് കിട്ടും. ഇതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, 30 years ആണ്. അതിപ്പോൾ അവർ കുറച്ചതാണ്, 2 കൊല്ലം മുമ്പാണ് അവരത് കുറച്ചത്. അപ്പർ ഏജ് ലിമിറ്റ് 30 years ആണ് വരുന്നത്. 1 കൊല്ലോ മറ്റോ ആയിട്ടുള്ളൂ. പണ്ട് 31 ആയിരുന്നു, ഇപ്പോൾ 30 ആണ്. സ്റ്റൈപ്പൻഡിൻ്റെ ഇത് നോക്കൂ, ആദ്യത്തെ 2 കൊല്ലം നിങ്ങൾക്ക് 37,000-ഉം പിന്നത്തെ 3 കൊല്ലം 42,000 രൂപയും പെർ മന്ത് കിട്ടുകയാണ്. വേറൊരു ജോലിക്ക് നിങ്ങൾക്ക് കിട്ടാത്ത, ഈവൻ സർക്കാർ ജോലിയിൽ കയറിയാൽ പോലും, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാർ ജോലിയിൽ കയറിയാൽ പോലും നിങ്ങൾക്ക് കയ്യിൽ എന്ത് കിട്ടില്ല? ഈ ഒരു ശമ്പളം ആദ്യ മാസങ്ങളിൽ കിട്ടില്ല. നിങ്ങൾക്ക് 5 കൊല്ലം ഇത് കിട്ടും ഫോർ 5 years. ഇപ്പോൾ JRF എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ മാത്രമുള്ളതല്ല. ആ പൈസയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓൾറെഡി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റലായിരിക്കും കിട്ടുക, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള മെസ്സ് ഫുഡ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. കാര്യമായിട്ടുള്ള ചിലവ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വരുന്ന കോളേജുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ വരാത്തൊരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി എന്ത് ചെയ്യാം? സേവ് ചെയ്യാൻ പറ്റും, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റും, നല്ലൊരു സേവിങ് ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം നിങ്ങളുടെ റിസർച്ചിനെ നിങ്ങൾക്ക് സ്വയം ഫണ്ട് ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു കാര്യം, നോ എൻട്രൻസ് എക്സാം റിക്വയർഡ്. ഒരു എൻട്രൻസ് എക്സാമും ആവശ്യമില്ല JRF ഉള്ളവർക്ക്. എന്തിന്? PhD അഡ്മിഷൻസിൻ്റെ സമയത്ത്. PG കഴിഞ്ഞാൽ PhD ആണ്. ഇപ്പോൾ MPhil ഇല്ല, MPhil എടുത്ത് കളഞ്ഞു അല്ലേ? പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നമ്മൾ MPhil എടുത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ PhD അഡ്മിഷൻസ് കിട്ടും. എന്തുണ്ടെങ്കിൽ? JRF ഉണ്ടെങ്കിൽ. അപ്പോൾ ആകെ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട്, എന്തായാലും നമ്മൾ എഫേർട്ട് ഇട്ട് നെറ്റ് പഠിക്കുകയാണ്, കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് JRF എന്നുള്ള ലക്ഷ്യം വെച്ച് പഠിക്കുക. അതിപ്പോൾ അതിന് എന്താണ് വേണ്ടത്? പേപ്പർ 1 കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കുക, പേപ്പർ 2 കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കുക. അപ്പോൾ കീ പോയിന്റ്സ് അബൌട്ട് ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ. നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? അത് ഞാൻ പറഞ്ഞ പോലെ ബേസിക് എലിജിബിലിറ്റിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനായിട്ട്. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായക്കാർക്കും എഴുതാവുന്നതാണ്. PG ഉള്ള അല്ലെങ്കിൽ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും എഴുതാം. ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്, ഒരു തവണ എഴുതിയാൽ മതി. ഹാവ് ടു പാസ് PG എക്സാം വിത്ത് അറ്റ്ലീസ്റ്റ് 55%. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. PhD എലിജിബിലിറ്റി ആണ്. ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്തുണ്ട്? ഇപ്പോൾ IIT, IIM, ISER ഒക്കെ പോലുള്ള NIT പോലുള്ള സ്ഥാപനങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? IIT പേര് കേട്ട എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റീസ് ആണ് അല്ലേ? ഇന്ത്യയുടെ എമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ്. അവിടെ എന്തുണ്ട്? ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾ ഫിലോസഫി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ പല ലാംഗ്വേജുകളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ IIT-കളിൽ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാത്തിരിക്കുന്നത്. JRF-ൻ്റെ എമൗണ്ട് അവർ തരും നിങ്ങൾക്ക് എന്തില്ലെങ്കിലും, JRF ഇല്ലെങ്കിലും. നെറ്റ് മാത്രം മതി. അവിടെ PhD ചെയ്യുമ്പോൾ മന്ത്ലി നിങ്ങൾക്ക് 42,000 കിട്ടാനായി. അപ്പോൾ TS സ്കോളർഷിപ്പ് ഉണ്ട്, സിമിലർ ടു JRF. JRF-ന് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് എത്രയാണോ തരുന്നത് അതേ പൈസ തന്നെ ഈ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് തരും. പക്ഷെ അതിനെന്ത് വേണം? ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി ആയിട്ടുള്ള നെറ്റ് നിങ്ങൾ പാസ്സാകണം. നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ PhD-ക്ക് അപേക്ഷിക്കാനും പറ്റുള്ളൂ. അപ്പം അത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ PhD എടുത്തവർക്ക് എന്തായാലും എന്തുണ്ട്? ഉറപ്പായിട്ടും നല്ല സ്ഥാപനങ്ങളിൽ ജോലി കിട്ടും. ദ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫോളോയിങ് ഫെലോഷിപ്പ്, അതായത് NFSC, NFOBC പോലുള്ള സ്കോളർഷിപ്പുകളിലും എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് നെറ്റിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് അവർക്ക് അത്തരം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത്. SC, OBC വിഭാഗക്കാർക്കുള്ള നാഷണൽ ഫെലോഷിപ്പുകളാണ്. ഇനി JRF കിട്ടിയാലുള്ള കീ പോയിന്റ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ PhD-ക്കുള്ള ഫെലോഷിപ്പ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി ഉണ്ട്, ഹയർ കട്ട് ഓഫ് ഉണ്ടാവും. ഒരെണ്ണത്തിന് 150 ആണെങ്കിൽ ചിലപ്പോൾ 200 ആയിരിക്കും JRF-ന് വരിക. അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, 30 ആണ്. 30 years ആണ്, മാറ്റിയിരുന്നു 1 കൊല്ലം മുൻപ്. ഇതാണ് ഫെലോഷിപ്പിൻ്റെ എമൗണ്ട് വരുന്നത്.
3 ഇയർ വാലിഡിറ്റി ഉണ്ട്. 3 ഇയർ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ JRF കിട്ടി 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ റിസർച്ചിന് കയറിയിരിക്കണം. JRF കൊണ്ട് നിങ്ങൾക്ക് 50 വയസ്സ് വരെ നിൽക്കാൻ പറ്റില്ല. 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ 30 വയസ്സാണല്ലോ അപ്പർ ഏജ് ലിമിറ്റ്. 30 വയസ്സ് കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു 33 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് JRF വാലിഡ് ആവണമെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും റിസർച്ചിന് കയറിയിരിക്കണം. അപ്പോൾ 25 വയസ്സ് കിട്ടിയാലും 23 വയസ്സ് കിട്ടിയാലും എന്ത് ചെയ്യണം? 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ PhDക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോഴാണ് ആ JRF കൊണ്ട് ഗുണമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും JRF എഴുതിയെടുക്കേണ്ടി വരും. പക്ഷേ JRF ഉള്ള ഒരാൾക്ക് എന്ത് ബുദ്ധിമുട്ടില്ല? PhD എവിടെയും കിട്ടാൻ ബുദ്ധിമുട്ടില്ല. എൻട്രൻസ് എക്സാം വേണ്ട. ഇൻക്രീസസ് യുവർ ചാൻസസ് ഫോർ PhD അഡ്മിഷൻ. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നെറ്റിൻ്റെ മാർക്കാണ് എന്തിൻ്റെ ക്രൈറ്റീരിയ? PhD എൻട്രൻസിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. പിന്നെ ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ എന്തുണ്ട്? ഹോം സയൻസ് പോലുള്ള പല ഡിഗ്രികൾക്ക് പല അവസരങ്ങളാണ്. ഇപ്പോൾ DRDO പോലുള്ള സ്ഥലങ്ങളിൽ ഫുഡ് സയൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അവിടെ JRF ഉള്ളവർക്ക് എന്തുണ്ട്? JRF ഉള്ളവരെ മാത്രമേ അവിടെ പരിഗണിക്കുകയുള്ളൂ ജോലികൾക്ക്. ചിലപ്പോൾ 1 കൊല്ലത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും, അവിടെ നിന്നായിരിക്കും അവർ സ്ഥിര നിയമിതരാകുന്നത്. അപ്പോൾ അങ്ങനെ പല സാധ്യതകളും JRF ഉള്ളവർക്ക് മാത്രമായി തുറന്ന് വയ്ക്കുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ എന്താണ്? ഒരു നാഷണൽ ലെവൽ എക്സാമിൽ ഏറ്റവും ടോപ്പായിട്ട് വന്നിട്ടുള്ള PG സ്റ്റുഡൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി ഈ സ്ഥാപനങ്ങൾ കൊടുക്കും. ഇനി എക്സാമിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. പേപ്പർ 1ന് 50 ചോദ്യങ്ങൾ, പേപ്പർ 2ന്, അതായത് സബ്ജക്ട് പേപ്പറാണ് സബ്ജക്ട് പേപ്പർ. നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അതാണ് പേപ്പർ 2, ഫിലോസഫി ആണെങ്കിൽ അതാണ്, സൈക്കോളജി ആണെങ്കിൽ അതാണ്. അതിന് 100 ചോദ്യങ്ങൾ, മൊത്തം 180 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിന് 2 മാർക്ക്, 180 × 2 300 മാർക്കാണ് ടോട്ടൽ വരുന്നത്. എല്ലാ ക്വസ്റ്റിനും 2 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിൻ്റെ ഒരു നെറ്റ് ഉണ്ടല്ലോ, CSIR നെറ്റ്, അവർക്ക് UGC നെറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. കാരണം അവർക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 6% പേർക്കേ എന്ത് കിട്ടുകയുള്ളൂ? നെറ്റ് കിട്ടുകയുള്ളൂ. പൊതുവെ 1% പേർക്കേ JRF കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നെറ്റ് JRF ഒക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കറക്കി കുത്താം. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. PSC പരീക്ഷ പോലെയൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾക്ക് കറക്കി കുത്താം. ബേസിക് സ്ട്രാറ്റജി എന്താണ്? ഞാൻ ബേസിക് സ്ട്രാറ്റജി കൂടി പറഞ്ഞിട്ട് നിർത്താം. പേപ്പർ 1 ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സബ്ജക്ട് പേപ്പർ. ഇത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഊന്നി പറയുകയാണ്. കാരണം എന്താണ്? 100 മാർക്ക്, 300-ൽ 100 മാർക്ക്, 50 ചോദ്യങ്ങൾ × 2 100 മാർക്ക്. 300-ൽ 150 ചോദ്യങ്ങളിൽ 50 ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 3-ൽ 1 മാർക്ക് വരുന്നത് പേപ്പർ 1-നാണ്. അതായത് 33.3% മാർക്ക് വരുന്ന ഒരു പേപ്പർ നമുക്ക് അവഗണിച്ച് കളയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പേപ്പർ 1ൻ്റെ മാർക്കാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ നെറ്റ് JRF തീരുമാനിക്കുന്നത്. നെറ്റുള്ളവർക്ക് JRFിലേക്ക് എത്താൻ പറ്റാത്തത് പേപ്പർ 1 കാരണമായിരിക്കും. നെറ്റ് ഇല്ലാത്തവർക്ക് നെറ്റിലേക്ക് എത്താൻ പറ്റാത്തത് പേപ്പർ 1 കാരണമായിരിക്കും. 90% വിദ്യാർത്ഥികളുടെയും പ്രശ്നം ഇതാണ്. കാരണം എന്താ? സബ്ജക്ട് പേപ്പർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഡിഗ്രിക്ക് PGക്കൊക്കെ ആയിട്ട് 5 കൊല്ലം പഠിക്കുന്ന വിഷയമാണ്. നിങ്ങൾ വെറുതെ പോയി എഴുതിയാൽ അതിലെന്ത് കിട്ടും? പാസ് മാർക്ക് കിട്ടും. 40% മാർക്ക് ഓരോ പേപ്പറിലും വാങ്ങണം എന്നുണ്ട്. അപ്പോൾ പേപ്പർ 1 ആണെങ്കിൽ 100-ൽ 40 ആയിട്ടുള്ള 40 തന്നെ വാങ്ങണം. പേപ്പർ 2-നാണെങ്കിൽ 200-ൽ 40% എന്ന് പറയുമ്പോൾ 80 മാർക്ക് വാങ്ങണം. അപ്പോൾ 80 മാർക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പേപ്പർ 2-ൽ കിട്ടും. നിങ്ങളൊന്ന് പഠിച്ചാൽ കിട്ടും. പക്ഷേ പേപ്പർ 1-ൽ എന്താ വരുന്നത്? 10 മൊഡ്യൂൾസ് ആണ് വരുന്നത്. 10 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, കോംപ്രിഹെൻഷൻ, മാത്സ്, ലോജിക്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതൊന്നും നിങ്ങൾ മുൻപ് എവിടെയും പഠിച്ചിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ആ 10 മൊഡ്യൂൾ നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ 1/3 മാർക്കും കൂടിയാണ് നിങ്ങൾ വിടുന്നത്. 1/3 മാർക്ക് കൂടി വിട്ട് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് നെറ്റും JRF മറന്നേക്കോ, കിട്ടത്തില്ല. പേപ്പർ 1-ന് നിങ്ങളൊരു കോച്ചിങ് എടുക്കുക, അല്ലെങ്കിൽ സ്വയം പഠിക്കുക. ഓക്കെ, അത് അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ 180 മാർക്ക് കട്ട് ഓഫ് വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 200-ൽ നിങ്ങൾക്ക് പരമാവധി എത്ര വാങ്ങാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കൂ. 200-ൽ കൂടി വന്നാൽ നിങ്ങൾ 150 വാങ്ങുന്നു വെച്ചാൽ അത്രയും ബ്രില്യൻ്റ് ആണെങ്കിൽ തന്നെ 150 മാർക്ക് നിങ്ങൾ വാങ്ങുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയാൽ പോരാ, 40% ഓരോ പേപ്പറിന് മിനിമം വേണം. 40 മാർക്ക് നിങ്ങൾക്ക് എന്തിനു വാങ്ങണം? പേപ്പർ 1-ന് മിനിമം വാങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ 2 അവർ നോക്കുള്ളൂ. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അപ്പോൾ 40 ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ നിങ്ങളുടെ പേപ്പർ 2 ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ 40% മിനിമം
വാങ്ങേണ്ടതാണ്. നമ്മളുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് 60+ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ 80 ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. 80+ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. സോ സബ്ജക്ട് പേപ്പറിൽ നിങ്ങൾ എത്ര വലിയ പുലികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 1 നിങ്ങൾ പഠിച്ചിരിക്കണം. പേപ്പർ 1ൻ്റെ സിലബസ് എന്താണ്, അതെങ്ങനെ പഠിക്കാമെന്നൊക്കെയുള്ള അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് പേപ്പർ 1ന് കൊടുക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻ പേപ്പർ 1 ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേണുകൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ കാൻഡിഡേറ്റ്സിനെ, ഞങ്ങളുടെ സ്റ്റുഡൻസിനെ റിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് എന്തായാലും അവർ തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ സ്റ്റുഡൻസ്. അതനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്യും. ഉദാഹരണത്തിന് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് എന്താ, ചാർട്ട് തന്നിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ എന്താണ്, ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ്, ഞാൻ ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, പല ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനും മാത്സ് കണ്ടാൽ തല കറങ്ങും. ആ തലക്കറക്കം നമ്മൾ ആദ്യം മാറ്റി വെക്കണം. കാരണം 6ാം ക്ലാസ് 7ാം ക്ലാസ് ലെവലിലുള്ള മാത്സേ വരുന്നുള്ളൂ. ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ 20 മാർക്കാണ് കിട്ടുന്നത് മാത്സിൽ. കാരണം മാത്സ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, 2 മാത്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 20 മാർക്ക് കിട്ടും. എന്താണ്, ബേസിക് ആവറേജ്, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, വർക്ക് ആൻഡ് ടൈം, ഇങ്ങനെയുള്ള ബേസിക് മാത്സേ വരുന്നുള്ളൂ. ഇപ്പോൾ റേഷ്യോ, മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള സ്ഥിരം വരുന്ന ടോപ്പിക്കുകളിൽ നിന്നൊക്കെ നമ്മൾ മാർക്ക് ഉറപ്പിക്കുക. അങ്ങനെ ഒരു 60+ ഉറപ്പാക്കുക. 60+ ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി സബ്ജക്ട് പേപ്പർ ഒന്ന് ഈസി ആയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദി എക്സാം. ഈ എക്സാം എന്താണ്, ഒബ്ജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എസ്സേ ഒന്നും എഴുതാനില്ല, ഒബ്ജക്റ്റീവ് ആണ്. CBT മോഡിലായിരിക്കും മിക്കവാറും എക്സാമുകൾ വരിക. കമ്പ്യൂട്ടറൈസ്ഡ് മോഡായിരിക്കും. 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് നേച്ചറാണ് ഈ എക്സാമിന്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷനും ഏത് രീതിയിലായിരിക്കണം, ഒബ്ജക്റ്റീവ് നേച്ചറിൽ ആയിരിക്കണം. നിങ്ങൾക്ക് എസ്സേ ഒന്നും എഴുതാൻ ഇല്ല. 2014 മുമ്പൊക്കെ എസ്സേ ആയിരുന്നു. ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ട്, സബ്ജക്റ്റീവ് പേപ്പറും ഉണ്ട്. നിങ്ങൾക്ക് എസ്സേസ് കുത്തിയിരുന്ന് എഴുതണം. പിന്നെ ഇപ്പോൾ 10 ലക്ഷം പേര് എഴുതുന്ന സമയത്ത് എന്ത് പറ്റില്ല, അവർക്ക് എസ്സേസ് ഇരുന്ന് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് എക്സാം ആക്കി. ഒബ്ജക്റ്റീവ് എക്സാം ആക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും ഞാൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ചെയ്യാം. ഒബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദി എക്സാം റിക്വയർസ് സ്പെസിഫിക് സ്ട്രാറ്റജി. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി അതുകൊണ്ട് വേണം. ഒരു ബ്രാഞ്ചിങ് മെത്തേഡ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ വരുന്ന ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് നേച്ചർ നമ്മൾ കണക്കിലെടുത്ത് ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചാൽ 3-4 മാസം കൊണ്ട് വരെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 2 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അന്ന് നെറ്റ് ക്ലിയർ ചെയ്തത്. 2nd സെമിസ്റ്ററിലായിരുന്നു. ഞാൻ ഡിഗ്രി വേറൊരു വിഷയത്തിലായിരുന്നു ചെയ്തത്, PG മറ്റൊരു വിഷയത്തിലാണ്. PG വിഷയമാണല്ലോ നെറ്റിന് നമുക്ക് ചൂസ് ചെയ്യാം. പുതിയൊരു വിഷയമായിരുന്നിട്ട് പോലും എന്തുണ്ട്, ഈ ഒബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദി എക്സാം, ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് എനിക്കിത് 2nd സെമിസ്റ്ററിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾക്കും സാധിക്കും. ആ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് UGC നെറ്റ് എക്സാം, എന്താണ് JRF, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്, ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. സോ ഇനി വരുന്ന എക്സാമിന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. സിലബസ് ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പറാണ്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നെറ്റിനെ പറ്റിയിട്ടുള്ള എന്ത് അസിസ്റ്റൻസും തരാൻ ഞാനുണ്ടാകും. എൻ്റെ പേര് ജയറാം. സോ സ്റ്റേ ട്യൂൺഡ്.